ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഞ്ഞപ്രകാരൻ. ഇത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ട് ഈ കുളം, ഇവിടെയാണ് നമ്മളിത് മീൻ പിടിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞങ്ങളുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് ഞങ്ങൾ നഞ്ചിടാന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നഞ്ചുകായൊക്കെ മേടിച്ച് അരച്ച് ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് കിട്ടുമെന്ന് നോക്കാം, എന്തായാലും മീനെ കിട്ടും. ഇതാണ് നഞ്ചുംകുരു. ഇത് നമ്മൾ മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഏകദേശം നമ്മൾ മൊത്തം അരച്ച് കഴിഞ്ഞപ്പോൾ എഫക്റ്റീവാനായിട്ട് കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കണത്. അത് മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മീൻ പിടിക്കാൻ പോവാം. അതിനും ബാക്കി ഇച്ചിരി വയ്ക്കുന്നത് ഇത് നാളത്തേക്ക് വെക്കണം. ഇവിടെ റൂപ്പുണ്ട് ചൂണ്ടിട്ടൊക്കെ ഇട്ട് ഇതിപ്പോൾ വെള്ളം പറ്റി പോയി. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വേണമെങ്കിൽ മറ്റോണം ഇത് ചെയ്യാം. അപ്പം ആയില്ലേ ഇതാരും സ്കെച്ചിട്ട് വെച്ചെൻ്റെ സ്ഥലം ഉണ്ടായി. എന്നും നമ്മൾ ആരെങ്കിലും സ്കെച്ചിട്ട് പോകണം. വല ആദ്യം കണ്ടിട്ട് അജിൽ മേലെ മീൻ ചാടാൻ ഇതിൻ്റെ പല്ലിൻ്റെ പല്ലിൻ്റെ അജിൽ കുറച്ചുകൂടി ഇറക്കിടാൻ പറ്റില്ല. ഇങ്ങോട്ട് വൈഡ് വെച്ചില്ല. നീ ആ കടക്കാലത്തേക്ക് ഇട്ടില്ല, ഇവിടെ ഉടക്കിയിട്ട് അത്രയും വേണമെന്നില്ല. ഇവിടെ ചാടില്ല. അടിയിൽ കൊടുത്ത് അടിയിൽ കൊടുത്ത് അവിടെ നഞ്ച് കളിക്ക് കഴിയുമ്പോൾ മീൻ ചാടിപ്പാണ്ടിരിക്കാൻ വേണ്ടി വലയൊക്കെ കെട്ടി അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ച് അതിന് ശേഷം വേണം നഞ്ചിടാനായിട്ട്. ഇതാണ് നഞ്ചുകൂടി നമ്മൾ മിക്സിയിൽ അരച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ കുളത്തിൽ കലക്കണേക്കാളും മുമ്പ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കുളത്തിലേക്ക് കലക്കാനായിട്ട്. ഞാനാ നമ്മൾ ഇതുപോലെ കുറേശ്ശെ എടുത്ത് മൊത്തം കുളത്തിലാണ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഇത് മൊത്തം കുളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താവുന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കാൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ചൂട് കൂടുമെന്നും പറയണേ. പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ കണ്ണുകളൊക്കെ പൊട്ടും. അപ്പോൾ എല്ലാം പെട്ടെന്ന് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കണം. എല്ലായിടത്തും ഒഴിച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും മീനുകൾ പയ്യെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഏകദേശം എല്ലായിടത്തും ഒഴിച്ചെത്താറായിട്ടുണ്ട്. അതൊന്നും പോലും ജില്ല നീ പഠിക്കണം. നീ അതിന് പഠിക്കണം. അങ്ങടുകളല്ലേ ബക്കറ്റ് നമ്മുടെ ബക്കറ്റ് കിട്ടോ നിന്റെ ചാടി പോകുന്നില്ലെങ്കിൽ നീ ഞങ്ങൾ ഏറ്റവും ഒടുങ്ങിയിട്ടുണ്ട്. മീനുകളെ കിട്ടി തുടങ്ങി. ഞങ്ങൾ ഇപ്പോൾ 2 കിട്ടി. ഇപ്പോൾ ഓരോന്ന് പൊങ്ങി തുടങ്ങുന്നുണ്ട്.
ഞാനിപ്പോൾ കിട്ടിയ 2 ഈ തോട്ടിലേക്ക് പോയി പിന്നെ വിട്ടാൽ കിട്ടില്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് മീനുകൾ വന്നു കൊടുക്കും. മീനുകളൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ കയറിക്കോളും കുഞ്ഞിക്കല്ലേ. ഇതിന് വന്നുണ്ട്. കറുപ്പ് ആ പക്കരി ഇതിനകത്ത് പോ. സത്യ പൊക്കിയാണിക്ക് നേരെ ഫ്രണ്ടിൽ കാണിച്ചോ. കൈ തന്നാണ്ട ആ നേരെ ഫ്രണ്ടിൽ കാണിച്ചോ. ആ കൈ തന്നാ കൊണ്ടിട്ടോ കൊണ്ടിട്ടോ. കിട്ടോ അവിടെ മറ്റേ മലയുണ്ട്. വലിയ ചാവല്ല പൊക്കി കാണിച്ചിട്ടോ. ആ ഭാഗത്തേക്ക് വരും. ചെല്ലേ അത് താഴെയും എവിടെങ്കിലും സൈഡായിക്കോളും. അവന് അന്ധവിശ്വാസമാണ് അത്. ചിലപ്പോൾ ഞാൻ വരില്ല. ഇല്ലില്ല. പറഞ്ഞത് നീ നേരത്തെ ഓടിച്ചിട്ട് കേട്ടോ. ചാടും. ചാടി പോയി കഴിഞ്ഞപ്പോൾ നീ രക്ഷയില്ല. അച്ചക്കുള്ള കൂടെ പിടിച്ചാൽ കേട്ടോ. നീ ഉണ്ടാവുന്ന പയ്യെ പയ്യെ പൊങ്ങിക്കൊള്ളൂ. കൈയോട്ട് നോക്കി പിടിക്കണോട്ടോ, ചാടി പോട്ടാ. ഇല്ല പട്ടള കുറെ പറന്നുകളും കൂടെ വരുന്നുണ്ടോ എടുക്കാത്ത. ഉണ്ടാ കൊണ്ട് വരുന്നുണ്ടോ. ഇത്ര നേരം എടുത്ത് പഠിക്കുകയും ചെയ്യും. കിട്ടി. അവനിപ്പോ തല മുക്കാൻ സ്ഥലം കിട്ടി. അതാ ചാടി വേറെ
കയറുകയാണെങ്കിൽ അപ്പം നമുക്ക് താഴെ എടുക്കാം അല്ലേ? വേറെ എന്തിനാ അതല്ലടാ വലുത് മറ്റേ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്യത്യസ്തമായ ഒരു മീൻപിടുത്തം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.